പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ലോക മുസ്ലിമീങ്ങൾ അവലംബിക്കുന്നത് ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസിന്റെ കിതാബാണ്. സ്വഹീഹായ ഹദീസുകൾ മാത്രമുള്ള കുറ്റമറ്റ കറയറ്റ വളരെ പരിശുദ്ധമായ ഹദീസുകളുടെ കിതാബാണ് ബുഖാരി. ഇതിലെ 3583 നമ്പർ ഹദീസ്. അഷ്റഫുൽ ഖൽഖായ മുത്തുനബി തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാ? അല്ലാഹുവാണ്. മുത്തുനബി തങ്ങളെ ഏറ്റവും സ്നേഹിച്ചത് അല്ലാഹുവാണ്. അല്ലാഹു തആല ചേർത്ത് വെച്ചു. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ അതേ സ്റ്റൈലിലും അതേ ട്യൂണിലും റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞു. ഈ ലോകത്തിന്റെ പരിപാലകൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ റഹ്മത്ത് നബിതങ്ങളാണ് എന്ന് പറഞ്ഞു. അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മുടെ അമ്മ, വാപ്പ, മക്കള്, സന്താനങ്ങൾ, കുടുംബക്കാര്, സുഹൃത്തുക്കളെക്കാളൊക്കെ നമ്മുടെ മനസ്സിന് ഏറ്റവും സ്നേഹം നബിതങ്ങളോടാണ് വേണ്ടത് എന്ന് ഖുർആനിലും പറഞ്ഞു, ഹദീസിലും പറഞ്ഞു. പക്ഷെ നമുക്കതാവുന്നില്ല. അത് നമ്മുടെ ഈമാന്റെ ബലഹീനതയാണ്, നമ്മുടെ ഈമാന്റെ ദുർബലതയാണ്. നോക്കൂ നിങ്ങൾ ഹദീസ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ തങ്ങളുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഈ ഹദീസ് നോക്കി. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു, നബി തങ്ങളായിരുന്നു ഖുതുബ ഓതുന്ന ആളായിരുന്നു. ഇലാ ജിദ്ഇൻ, ഒരു ഈത്തപ്പന തടിയിലേക്ക്, ഈത്തപ്പന തടിയിൽ നിന്നിട്ട്. നമ്മുടെ പള്ളിയിലൊക്കെ മിമ്പർ ഉണ്ട്. ഖുതുബോധൽ, വെള്ളിയാഴ്ച ഖുതുബോധൽ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ടാണ്. എല്ലാ പള്ളികളിലും മിമ്പർ ഉണ്ടാവും. അത് സുന്നത്താണ്. താഴെ നിന്ന് തന്നെ ഖുതുബ ഓതിയാൽ ഖുതുബൊക്കെ സ്വഹീഹാവും, ശരിയാവുകയൊക്കെ ചെയ്യും. പക്ഷെ മിമ്പർ സുന്നത്താണ്. മിമ്പറിന് 3 പടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 9, അങ്ങനെ ഒറ്റ ഇട്ട പടികളാണ് മിമ്പർ ഉണ്ടാകാൻ സുന്നത്ത്. അതാണ് മിമ്പറിന്റെ അവസ്ഥ. അത് സുന്നത്താണ്. ഖുതുബ ഓതുന്ന ആൾ ഏറ്റവും മുകളിൽ നിൽക്കണം. ഖുതുബക്ക് മുകളിൽ നിൽക്കുമ്പോൾ മറ്റു കർമ്മങ്ങളിലൊക്കെ ഈ മുകളിൽ വേണമെന്നൊരു സന്ദേശം കൂടിയുണ്ട്. ഖുതുബ ഓതുന്ന ആള് ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ ചെയ്യുന്ന അമലേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അമല് വേണമെന്നർത്ഥം. ഖുതുബോധം മാത്രമല്ല, മുകളിൽ, എല്ലാത്തിനും മുകളിലായിരിക്കണം. ഏതാവട്ടെ, നബിതങ്ങൾ ഖുതുബ ഓതിയിരുന്നത് അന്ന് ഇന്നത്തെ പോലെ തന്നെ വലിയ ഭംഗിയുള്ള സ്റ്റൈലായ മിമ്പറുകളൊന്നും ഉണ്ടാവില്ല. ഒരു ഈത്തപ്പന തടി, ഈത്തപ്പന മര, അതിങ്ങനെ നാട്ടി വെച്ച് കുറുകയിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ടാണ് ഖുതുബ ഓതുക വെള്ളിയാഴ്ച. അപ്പൊ കാന നബി, നബിതങ്ങളായിരുന്നു യഖ്തുബു ഇലാ ജിദ്ഇൻ, ഒരു ഈത്തപ്പന തടിന്റെ മുകളിൽ കയറിയിട്ടാണ് ഖുതുബ ഓതുക. ഇപ്പൊ ജനങ്ങളെക്കാളൊന്നും ഉയരത്തിലായിരിക്കും. ഒരു ഈത്തപ്പന മരത്തിൽ, പഴയ കാലത്ത് മിമ്പറൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കൂണി പോലെ ചെറിയ മരം കൊണ്ടൊക്കെ ഉണ്ടാവും. കാണാൻ വലിയ സ്റ്റൈലോ മോഡലോ രസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ 1500 കൊല്ലം മുമ്പത്തെ പറയണ്ടല്ലോ, ഒരു ഈത്തപ്പന തടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഖുതുബ ഓതും. ഫലമ്മത്തഖദൽ, അങ്ങനെ ഫലമ്മ ഇത്തഖദൽ മിമ്പറ, ഫലമുത്തഖദൽ മിമ്പർ, നബിതങ്ങള് വേറെ പുതിയൊരു ഖുതുബ, ഒരു മിമ്പർ ഉണ്ടാക്കിയപ്പോ അൻസാരിൽപ്പെട്ട ഒരു സ്വഹാബി എന്ത് ചെയ്തു? നല്ലൊരു മിമ്പർ ഉണ്ടാക്കിയിട്ട് പഴയ മിമ്പർ ഒഴിവാക്കി നല്ലൊരു മിമ്പർ, കാണാൻ കുറച്ചൊക്കെ ഒരു ഉഷാറുള്ള ഒരു മിമ്പർ ഉണ്ടാക്കി നബിതങ്ങൾക്ക് കൊടുത്തു. പഴയ മിമ്പർ മാറ്റി കുറച്ചും കൂടി സൗകര്യമുള്ള മിമ്പർ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നബിതങ്ങൾ പഴയ മിമ്പർ ഒഴിവാക്കി അതൊരു മൂലക്കെ കണ്ട് വെച്ചിട്ട് പുതിയ മിമ്പറിന്റെ മുകളിൽ ഖുതുബ ഓതി നബിതങ്ങൾ ഖുതുബ ആരംഭിച്ചു. ഹംദും സലാത്തൊക്കെ ചൊല്ലി ഖുതുബ ആരംഭിച്ചു. അങ്ങനെ പുതിയ മിമ്പർ ഉണ്ടാക്കിയപ്പോ തഹവ്വല ഇലൈഹി, അതിലേക്ക് പുതിയ മിമ്പറിനെ നബിതങ്ങൾ ഖുതുബ ഓതി. പഴയ മിമ്പർ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അങ്ങനെ ആ സമയത്ത് ഫഹന്നൽ ജിദ്ഉ, ബുദ്ധിയില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത, കരളില്ലാത്ത, മനസ്സില്ലാത്ത, ഹൃദയമില്ലാത്ത ഉണങ്ങിയ ഈത്തപ്പന തടി കരയാൻ തുടങ്ങി. ചെറിയ കുട്ടികൾ ഇങ്ങനെ തേങ്ങി 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 കരയുന്ന പോലെ പള്ളിയുടെ ഉള്ളിൽ നിന്ന് ബുദ്ധിയില്ലാത്ത, തലച്ചോറില്ലാത്ത, കരളില്ലാത്ത ഈത്തപ്പന മരം തേങ്ങിക്കരയാൻ തുടങ്ങി. ഇത് ഏതെങ്കിലും അമർ ചിത്ര കഥകളല്ല, ഏതെങ്കിലും ലുട്ടാപ്പി കഥകളല്ല കേട്ടോ. ഇത് ഏതെങ്കിലും കഥപുസ്തകത്തിൽ പഠിക്കുന്ന കഥകളൊന്നും അല്ല, ഡിങ്കന്റെ കഥകളല്ല. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ മിമ്പർ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. എല്ലാവരും നോക്കിയിട്ട് കുട്ടികളൊന്നും കാണുന്നില്ല. അപ്പൊ മിമ്പറാണ്, പഴയ ഈത്തപ്പന തടിയാണ് കരയാണ്, പഴയ മരക്കഷ്ണം കരയാണ്. യാ അല്ലാഹ്. അപ്പൊ നബിതങ്ങൾ എന്ത് ചെയ്തു? നബിതങ്ങൾ അതിൻ്റെ അടുത്ത് പോയി. ഫാത്താഹു, ആ ഈത്തപ്പന തടി, പഴയ മുമ്പ് ഖുതുബ ഓതാൻ ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന മരത്തിന്റെ തടി ഉണ്ടല്ലോ, ആ മരക്കുറ്റി, അതിൻ്റെ അടുത്തേക്ക് പോയി. ഫാത്താഹു, അതിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഫമസഹയദഹു യലൈ, ആ ഈത്തപ്പന തടിയുടെ മേൽ ഇങ്ങനെ തടവി കൊടുത്തു, ഇങ്ങനെ സമാധാനിപ്പിച്ചു.
തേങ്ങി തേങ്ങി കരയുന്ന പാവപ്പെട്ട പൈതങ്ങളെ തലയിൽ തലോടി സന്തോഷിപ്പിക്കുന്ന പോലെ, സമാധാനിപ്പിക്കുന്ന പോലെ, എന്തെങ്കിലും ചിത്താന്തം കാട്ടിയിട്ട് പിണങ്ങി നിന്ന് തേങ്ങിക്കരയുന്ന കുട്ടികളെ തലയിൽ കൈവച്ചുകൊണ്ട് സമാശ്വസിപ്പിക്കുന്ന പോലെ ഹബീബായ മുസ്തഫായ ഷഫിയായ മുത്തുനിബിതങ്ങൾ പള്ളിയിൽ ഒരു മൂലയിൽ തേങ്ങിക്കരയുന്ന ആ ഒരു മരക്കഷ്ണത്തിന്റെ അടുത്ത് ചെന്ന് അതിനങ്ങനെ തടവി സമാധാനിപ്പിച്ചു കൊടുത്തു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നമ്പർ 3583. ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇത് സംഭവിച്ച ശേഷം ഹബീബായ നബിതങ്ങൾ വഫാത്തായ ശേഷം നബിതങ്ങളെ ഖബറിലേക്ക് ഇടക്കിടക്ക് സിയാറത്തിന് പോകുമാര് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നബിതങ്ങളെ ഖബറിനടുത്ത് ചെന്നിട്ട് അങ്ങനെ പൊട്ടിക്കരയും. എന്നിട്ട് ഇങ്ങനെ പറയും, പൊന്നാര ഹബീബെ, ഞാനൊന്നും വേണ്ട വിധം നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല, വേണ്ട വിധം അങ്ങയോടുള്ള ഹുബ്ബൊന്നും എൻ്റെ ഹൃദയത്തിലില്ല. ബുദ്ധിയില്ലാത്ത, ചിന്തിക്കാൻ ചിന്താശേഷിയില്ലാത്ത, വികാരങ്ങളില്ലാത്ത, ജീവനില്ലാത്തൊരു ഈത്തപ്പന തടി അങ്ങയ്ക്ക് വേണ്ടി കരഞ്ഞെങ്കിൽ, അങ്ങയുടെ വേർപാടിൽ ഒരു ഈത്തപ്പന തടി കരഞ്ഞെങ്കിൽ, വേർപാട് പറഞ്ഞാല് ആ ഈത്തപ്പന ഒഴിവാക്കി വേറെ ഈത്തപ്പനമ കീറിയപ്പോഴേക്ക് അങ്ങില്ലാത്തതിന്റെ പേരിൽ ആ ഈത്തപ്പന തടി പോലും കരഞ്ഞെങ്കിൽ ഈ ഉമറിന് അത്രത്തോളം കരയാൻ കഴിയുന്നില്ല. ഞാനൊക്കെ വളരെ ദുർബലനാണ്, ഈത്തപ്പന തടി പോലും കരഞ്ഞെങ്കിൽ ഞാൻ എത്ര കരയണമെന്ന് പറഞ്ഞു ഉമർ തങ്ങൾ ഒരു ആത്മവിചിന്തനം നടത്തി ഇങ്ങനെ തേങ്ങി കരയാറുണ്ടായിരുന്നു എന്നാണ്. ഇതിനെ വിധങ്ങളെ മുഅ്ജിസത്താണ് കേട്ടോ. നമ്മുടെ ഖുത്ബത്തും പറയല്ലോ, സബ്ബഹ ഫീ ദിൽ ഹസ്വാ വനബഅ മിൻ ബൈനി അസ്വാബിഹിൽ മാ. നബിതങ്ങളെ കയ്യിൽ നിൽക്കുന്ന ചരൽ കല്ലുകൾ പോലും നബിതങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ചരൽ കല്ലുകളും പറഞ്ഞു സുബ്ഹാനല്ലാഹ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബിതങ്ങൾ ഹിറാ ഗുഹയിലേക്ക് നടന്നു പോകുമ്പോൾ ഇന്നി ആരിഫു ഹജറൻ സല്ലമ അലയ്യ, നിത്യമായി ഇന്നെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന കല്ലുകൾ എനിക്കറിയാം. യുക്തിവാദികൾ, നിരീശ്വരവാദികളൊക്കെ ഇതിനെ എങ്ങനെ സ്വീകരിക്കുക? അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. അവർക്ക് ഇതൊന്നും അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ തന്നെ കഴിയൂല. ഇതൊക്കെ പോയത്തം പറയാം, ഇതൊക്കെ വിഡ്ഢിത്തം പറയാം. എന്താ ഇത്? കല്ല് സലാം പറയാം. അള്ളാഹുവിന് എല്ലാത്തിനെയും സംസാരിപ്പിക്കാൻ കഴിയല്ലോ. നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ച അള്ളാഹ്ക്ക് എന്തേ കല്ലിനെ കൊണ്ട് സംസാരിപ്പിച്ചൂടെ? നബിതങ്ങളോട് കല്ലുകൾ സലാം പറഞ്ഞു. എന്നോട് കൃത്യമായി നിത്യമായി സലാം പറയുന്ന കല്ലുകളെ എനിക്ക് ഇപ്പോഴും അറിയാം. നബിയാണതിന് മുമ്പാണിത്. ഹിറാ ഗുഹയിലേക്ക് ധ്യാനിക്കാൻ പോയിരുന്ന സമയത്ത് നബിതങ്ങളോട് അതിന്റെ പരിസരത്തുള്ള കല്ലുകൾ സലാം അലൈക്കും ഇങ്ങനെ സലാം പറഞ്ഞിരുന്നു. ഇപ്പൊ നബിതങ്ങൾ ഖുത്ബ, സ്ഥിരമായ ഖുത്ബ നിർവഹിച്ചിരുന്ന, ഖുത്ബ ഓതിയിരുന്ന മിമ്പർ ഒഴിവാക്കി വേറെ മിമ്പർമ കയറിയപ്പോഴേക്ക് പഴയ മിമ്പർക്ക് സങ്കടം, അതിനെ സമാശ്വസിപ്പിച്ചു. നബിതങ്ങൾ പറയുന്നുണ്ട്, ഈ കരയണ്ട, ഒന്നുകിൽ എൻ്റെ കുട്ടി ഞാൻ ഈത്തപ്പന തോട്ടത്തിൽ അങ്ങ് വെക്കുക, അവിടെ പുതിയ ഒരു ഈത്തപ്പന മരമായി തഴച്ചു വളർന്ന് പച്ച പിടിച്ച് വളർന്ന് ഈത്തപ്പഴങ്ങൾ കുലക്കുന്ന ഒരു ഈത്തപ്പന മരമായിട്ട് നീ ഈത്തപ്പന തോട്ടത്തിൽ അങ്ങ് ഉണ്ടായിക്കോട്ടെ. ഞാൻ നിന്നെ ഒന്നുകിൽ ഈത്തപ്പന തോട്ടത്തിൽ കൊണ്ടുപോയി വെക്കാം, അവിടെ നീ ഈത്തപ്പന മരമായി വളർന്ന് ഈത്തപ്പഴങ്ങളൊക്കെ കുലച്ച് അങ്ങനെ മറ്റുള്ള ഈത്തപ്പന മരങ്ങളെ പോലെ ആയിക്കോ. അതാണോ എൻ്റെ കുട്ടിക്ക് വേണ്ടത്? അതല്ല, എൻ്റെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിച്ച് അവിടെ ഷഫാഅത്തിൽ അവിടെ വരലാണോ എൻ്റെ അഭിപ്രായം പോലെ ചെയ്യാൻ. ആരുടെ പറഞ്ഞത്? ബുദ്ധിയില്ലാത്ത അന്തല്ലാത്ത ഈത്തപ്പന മരത്തിനോട്. ആ ഈത്തപ്പന തടി ഉണങ്ങിയ മരം പറയുന്നുണ്ട്, ഹബീബേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിലുള്ള വാസമാണ് എനിക്ക് വേണ്ടത്. ഏതെങ്കിലും ഈത്തപ്പന തോട്ടത്തിൽ ചെന്നൊരു മരമായി വളരാൻ ഇനി എനിക്ക് ആഗ്രഹമില്ല. അങ്ങയുടെ സഹവാസം കിട്ടുന്ന സ്വർഗത്തിലുള്ള സ്വർഗീയ ജീവിതം അത് മതി. നബിതങ്ങളെ തെരഞ്ഞെടുത്തു കൊടുക്കുകയും ചെയ്തു. ഇതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. എന്താ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ അർത്ഥം അജ്സ എന്ന് പറഞ്ഞാൽ അശക്താവുക. മുഅ്ജിസത്ത് എന്ന മനുഷ്യനെ അശക്തമാകുന്നത്, ഇതിനാണ് അമാനുഷികം എന്ന് പറയാം. അതായത് ഇത് മനുഷ്യന്റെ കഴിവല്ല. മുഅ്ജിസത്തും കറാമത്തും ഒരിക്കലും മനുഷ്യന്റെ കഴിവല്ല. മനുഷ്യന് അങ്ങനത്തെ കഴിവ് ഉണ്ടാവില്ല, അത് അല്ലാഹുവിന്റെ കഴിവാണ്. ഇതിൽ നിന്ന് കിട്ടേണ്ട സന്ദേശം അതിന്റെ ചർച്ച അല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ ജീവനില്ലാത്ത വസ്തുക്കൾ പോലും ഹൃദയത്തിൽ എത്രത്തോളം, ഹൃദയം എന്ന് ഞാൻ ആലങ്കാരികമായിട്ട് പറയാണ്, ഹൃദയം അതിനുണ്ടാവില്ലല്ലോ. അവർക്ക് പോലും നബിതങ്ങളോടുണ്ടായിരുന്ന ഹബ്ബ്, ഈ മജ്ജയും കണ്ണും കരണും ബുദ്ധിയും തന്റെ ഹൃദയവും തലച്ചോറും മനസ്സും ചിന്തയും ഒക്കെ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നാണ്. അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു തന്നെക്കാൾ സ്ഥാനം കൊടുക്കുകയാണ് നബിതങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് റഹ്മത്തുല്ലിൽ ആലമീനായത് കേട്ടോ. ലോകത്തിന് മൊത്തം റഹ്മത്താകണമെങ്കിൽ ലോകത്തിന് മനുഷ്യന്മാർ മാത്രമല്ലല്ലോ, എല്ലാ ജീവികളും കൂടും, മൃഗങ്ങൾ കൂടും, ജീവല്ലാത്ത കൂടും, എല്ലാ ലോകത്തിനും കൂടും, അതിനൊക്കെ റഹ്മത്താണ്.
ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നബിതങ്ങളോടുള്ള ഹുബ്ബ് വർദ്ധിക്കലും നബിതങ്ങളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ഈത്തപ്പന മരം എന്താ എന്ന് ചിന്തിച്ചാൽ ബുദ്ധി കൊണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പൊ ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വലിയ സന്ദേശം, ഇത്രത്തോളം ഹബീബിനെ സ്നേഹിക്കണം. റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല അവിടുത്തെ മധു പറയേണ്ടത്. റബീഉൽ അവ്വൽ 12 അല്ല, എപ്പോഴും നബിതങ്ങളെ പറ്റി പറയണം, കേൾപ്പിക്കണം, നബിതങ്ങളോടുള്ള സ്വലാത്തും ഹബ്ബൊക്കെ വർദ്ധിപ്പിക്കണം. അത് വേറെ വിഷയം. പക്ഷെ റബീഉൽ അവ്വൽ വരുമ്പോൾ കൂടുതൽ ഓർക്കും. അത് സ്വാഭാവികമാണ്. അതൊരു മാനുഷിക ചിന്താഗതി അങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും മരണപ്പെട്ട ദിവസം പ്രത്യേകം ഓർക്കുമല്ലോ, അല്ല ഒരു വിശിഷ്ട ദിവസത്തെ അന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മ വരും. ഇനിയിപ്പോൾ എന്താ കാട്ടണം? അപ്പം നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഓർക്കും, പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ റബീഉൽ അവ്വൽ മാത്രമോ 12 മാത്രമൊന്നും അല്ല ഇനി വേണ്ടത്. അപ്പം ഈ ഒരൊറ്റ ഹദീസ് മതി നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം. അപ്പം നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി അവിടുത്തെ സുന്നത്തുകളൊക്കെ മുറുകെ പിടിക്കുക. അവിടുത്തെ സുന്നത്തുകളൊക്കെ മുറുകെ പിടിച്ച് ഇത്തിബാ ചെയ്യുക. ഇനി ആ നബിയുടെ നബി എന്ന വ്യക്തിയെ സ്നേഹിക്കാതെ നബി എന്നവരുടെ സുന്നത്തുകളെ പ്രണയിക്കുന്ന അവസ്ഥ അത് നമ്മൾ മാറണം. ഒന്നുകൂടി ഞാൻ പറയാം, മുത്തുനബി എന്ന വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടാതെ അവിടുത്തെ സുന്നത്തുകളെ ഇഷ്ടപ്പെടുക, അങ്ങനെ അത് ഉണ്ടാകാൻ പാടില്ല. ആ ആളുകൾക്ക് വരുന്ന ധാരണ പിശകാണ്. ഞാൻ സുന്നത്തുകളെ സ്നേഹിക്കും, എല്ലാ സുന്നത്തും എടുക്കും. നബിതങ്ങളെന്ന വ്യക്തിത്വത്തെ, ആ വ്യക്തിയെ സ്നേഹിക്കണം, ആ വ്യക്തിയോട് മഹബത്ത് വേണം. അത് വലിയ ഇഷ്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ലല്ലോ, അത് പറഞ്ഞു നിർത്തിയില്ലല്ലോ, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും കൂടി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ സ്വലാത്ത്, വെള്ളിയാഴ്ചക്ക് പ്രത്യേകം സ്വലാത്തല്ല, സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് വെള്ളിയാഴ്ച ഒക്കെ. ഇപ്പം നിങ്ങൾ വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽക്ക് വ്യാഴാഴ്ച മഗ്‌രിബ് മുതൽക്ക് പള്ളിക്ക് വരികയാണെങ്കിൽ വേറെ സൂറത്തും ഖുർആനൊക്കെ ഓതിനേക്കാളൊക്കെ പുണ്യം ഏതാണ്? സ്വലാത്താണ്. അൽക്കഫ് പിന്നെ സുന്നത്തായത് തന്നെയാണ് വെള്ളിയാഴ്ച രാവൊക്കെ. അൽക്കഫ് കഴിഞ്ഞാൽ പിന്നെ വേറെ യാസീനോ വേറെ സൂറത്തോ ഓതിനേക്കാളൊക്കെ പുണ്യം സ്വലാത്താണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച രാവ് മുതൽക്ക് വെള്ളിയാഴ്ച പകലൊക്കെ സ്വലാത്ത് അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേ നിൽക്കുക. അത് അപ്പം തന്നെ നബിതങ്ങളിലേക്ക് എത്തും. ലോകത്ത് വേറെ ഒരു പാർസലും എത്തൂല. ഇവിടുന്ന് ഇടുക്ക് കൊറിയർ അയച്ചാലും ചിലപ്പോൾ വഴി ബ്ലോക്കാവും, പോസ്റ്റ് ഓഫീസ് തങ്ങും, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിക്കിടക്കും, ചിലപ്പോൾ അഡ്രസ്സ് മാറിപ്പോവും കേട്ടോ. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴൊക്കെ ഡാമേജ് ഉണ്ടാവും. ഇത് ഓൺ ദി സ്പോട്ട് അപ്പം തന്നെ എത്തുന്ന ഒരു വലിയ കൊറിയറാണ്, അല്ലെങ്കിൽ പാർസലാണ് ഹബീബായ ഷഫീആയ മൗലാന നബിയുനാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സലാത്ത്. ചുരുങ്ങിയ പക്ഷം നമ്മുടെ സ്നേഹം ആ സലാത്തെങ്കിലും ആയിട്ട് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. അല്ലാഹു തആല മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ ഉള്ള അമലും അതിനുള്ള തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.